സോഷ്യൽ മീഡിയ ആളുകളിൽ ഉണ്ടാക്കുന്ന പലതരം പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബ്രെയിൻ റോട്ട് മുതൽ സോഷ്യൽ മീഡിയ അഡിക്ഷൻ, അങ്ങനെ പലതും. എന്നാൽ അതിനേക്കാളുമൊക്കെ അപകടകരമായ വലിയൊരു ചതിക്കുഴി സോഷ്യൽ മീഡിയയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മുടെ പേരന്റിംഗ് സ്കില്ലിനെ താളം തെറ്റിക്കുന്ന ഒന്ന്. അതിനെക്കുറിച്ചാണ് ഇത്തവണത്തെ വീഡിയോ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആളുകൾ കൗമാരക്കാരായ കുട്ടികൾ കുറ്റകൃത്യം ചെയ്ത് പിടിക്കപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, എവിടെയാണ് പാളിച്ച പറ്റിയത്, എന്താണ് ഇവരിങ്ങനെ ചെയ്യാൻ കാരണം എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കാറുണ്ട്. 90s 80s ആളുകളെ ഇപ്പോൾ തന്ത വൈബ് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഒരു രീതിയുമുണ്ട്. 2K കിഡ്സിന്റെ പല കാര്യങ്ങളും ജീവിത രീതിയും മനസ്സിലാക്കാൻ കഴിയാതെ വണ്ടറടിച്ചിരിക്കുന്നവരാണ് ഈ തന്ത വൈബുകാർ. കാര്യം തമാശയായോ സ്വയം കളിയാക്കലായോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണിതെങ്കിലും അതിലൊരു ഇത്തിരി സീരിയസ് ആയ കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട്. പുതിയ തലമുറയുടെ ഭാഷ പോലും നമുക്കിന്ന് മനസ്സിലാകാതെ വരുന്നുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഈ അടുത്ത് നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയ ഒരു സീരീസ് ആണ് അഡോളസൻസ്. അതിൽ പോലീസ് കൗമാരക്കാരനായ, അതായത് 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ ഒരു കൊലപാതകം ചെയ്തുവെന്ന് സംശയിക്കുന്നു. ആ കൊലപാതകം അന്വേഷിക്കാൻ വരുന്ന 2 പോലീസുകാരുണ്ട്. അവർ ഈ പയ്യന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളൊക്കെ അരിച്ചു പൊറുക്കും മോട്ടീവ് അറിയാൻ. എന്നാൽ സംശയാസ്പദമായി ഒന്നും കാണില്ല. ഇനി അങ്ങോട്ട് ചെറിയൊരു സ്പോയിലറാണ് പറയാൻ പോകുന്നത്. സീരീസ് കാണാൻ ഉദ്ദേശിക്കുന്നവർ സ്പോയിലർ എന്ന ടൈറ്റിൽ ഇട്ട ഈ ചെറിയ ഭാഗം സ്കിപ്പ് ചെയ്തോളൂ. പോലീസുകാർ നോക്കുമ്പോൾ ഈ പയ്യൻ കൊന്നു എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയും മരിക്കുന്നതിന് മുമ്പ് ഈ പയ്യൻ ഇൻസ്റ്റാഗ്രാമിൽ കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതും വളരെ ഫ്രണ്ട്ലി ആയി. അതിനാണെങ്കിൽ കുറേയധികം ലൈക്സും ഉണ്ട്. അപ്പൊ അവരിങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടും ഈ പയ്യൻ ആ പെണ്ണിനെ കൊല്ലേണ്ട കാര്യം എന്താണ് എന്നൊരു തോട്ടിൽ ഈ പോലീസുകാർ കുടുങ്ങിക്കിടക്കും. ഇവരിങ്ങനെ അന്വേഷണത്തിൽ ഒന്നും എത്താതെയാകുമ്പോൾ അവർ പഠിച്ച സ്കൂളിൽ പോകും. അവിടെയുള്ള കുട്ടികളെ ചോദ്യം ചെയ്യാം. എന്നാൽ കുട്ടികൾ ഇതൊക്കെ ഇത്തിരി കളിയാക്കുന്ന മട്ടിലാണ് എടുക്കുക. ഈ പോലീസുകാർക്ക് ഒരു വിലയും കൊടുക്കില്ല. നമ്മുടെ ഒരു പോലീസുകാരന്റെ മകനും അവിടെയാണ് പഠിക്കുന്നത്. അവൻ ഇതൊക്കെ കാണുമ്പോൾ ആകെ നാണക്കേട് തോന്നുകയാണ്. കാരണം എന്താണെന്നോ, ആ മരിച്ച പെൺകുട്ടി ശരിക്കും ഫ്രണ്ട്ലി കമന്റ്സ് അല്ല ഇട്ടിരിക്കുന്നത്. പകരം അവന് ഇൻസൽ എന്ന് മുദ്ര കുത്തി കളിയാക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നും തന്ത വൈബുകാരായ പോലീസുകാർക്ക് ആ മെസ്സേജ് നോക്കി മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നും അത് കാരണമാണ് കുട്ടികൾ അവരെ കാര്യമായി എടുക്കാത്തതെന്നും അവനറിയാം. അവസാനം അവൻ അവളിട്ട കമന്റ്സിന്റെ യഥാർത്ഥ അർത്ഥം അച്ഛനായ പോലീസുകാരന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അയാൾക്ക് ഞെട്ടലോടെ കാര്യം മനസ്സിലാകുന്നത്. അതായത് ഇന്റർനെറ്റ് യുഗത്തിൽ കുട്ടികൾ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും പലപ്പോഴും കഴിയാത്തവരായി മാറുന്നുണ്ട് മുതിർന്നവർ. മുൻപും തലമുറകൾ മാറുമ്പോൾ ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒക്കെ ഉണ്ടാകാറുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ ഇന്റർനെറ്റ് യുഗത്തിൽ മാറ്റം ഒത്തിരി വലുതാണ് എന്നതാണ് സത്യം. ഇനി ഇതെങ്ങനെയാണ് പേരൻസിനെ എഫക്ട് ചെയ്യുന്നത് എന്നാണോ, അതാണ് പറയാൻ പോകുന്നത്. ഈ സോഷ്യൽ മീഡിയ കാലത്ത് കുട്ടികൾ ശരിക്കും പേരൻസിന്റെ കൺട്രോളിന് പുറത്താണ്. കുട്ടികളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ നിന്ന് തൊട്ടാൽ ലോകത്തിലെ വൈറൽ വീഡിയോസ് എല്ലാം അവരുടെ കൺമുന്നിലെത്തും. സോഷ്യൽ മീഡിയ മാക്സിമം സമയം ആളുകളെ അതിന് മുന്നിൽ നിർത്തുക എന്നൊരു മോട്ടോയിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും മോശമായ ഉള്ളടക്കമുള്ളവരായിരിക്കാം ട്രെൻഡിങ്ങിൽ വരുന്നത് പലപ്പോഴും. അങ്ങനെ ലോകത്തിലെ സകലമാന ചവറുകളും നിങ്ങളുടെ കുട്ടിയുടെ മുന്നിലെത്തുന്നു. പലതരം വിചിത്രമായ ഐഡിയാസ് അവരിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്നു. ഉദാഹരണത്തിന് ആൺകുട്ടികൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു സംഭവമാണ് 80-20 റൂൾ. 80% സ്ത്രീകളും 20% പുരുഷന്മാരിൽ മാത്രമാണ് ആകർഷിതരാകുക എന്നതാണ് 80-20 റൂൾ. അത് പ്രകാരം ബാക്കി വരുന്ന 80% ആണുങ്ങളെയും പെണ്ണുങ്ങൾ മൈൻഡ് ചെയ്യില്ലത്രേ. ആ 80%-ൽ ഒരാളാണ് താൻ എന്ന് ഒരു ആൺകുട്ടിക്ക് തോന്നി തുടങ്ങിയാൽ അത് അവനിൽ ഉണ്ടാക്കുന്ന ഇൻസെക്യൂരിറ്റി ഒന്ന് ഓർത്തു നോക്കൂ. ആ ഇൻസെക്യൂരിറ്റിയുമായി അവൻ ഒരിക്കലും പേരൻസിന് മുന്നിൽ പോകില്ല. പകരം ഫുൾ ടൈം സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾ മാത്രം പറയുന്ന എക്കോ ചേംബറുകൾക്കുള്ളിലായിരിക്കും അവൻ പോവുക. ഇത് വല്ലതും പേരൻസ് അറിയുന്നുണ്ടാകുമോ? ഇല്ല. ഇൻസെക്യൂരിറ്റിയുടെ ഒടുക്കം പെണ്ണുങ്ങളെ മൊത്തം വെറുത്ത് സ്വയം ഇൻസെല്ലാണെന്ന് കരുതി ജീവിക്കുകയോ മറ്റെന്തെങ്കിലും ക്രൈമിൽ ഏർപ്പെടുകയോ ഒക്കെ ചെയ്തേക്കാവുന്ന ഒരു മാറ്റമാണിത്. അങ്ങനെ സംഭവിക്കുന്നുമുണ്ട് ഇപ്പോൾ ലോകമെങ്ങും. ബ്രോക്കൺ ഫാമിലി, ഡിസ്ഫങ്ഷണൽ ഫാമിലി, അച്ഛന്റെ അബ്യൂസ്, അമ്മയുടെ അവഗണന, ഇതൊക്കെയാണ് കുട്ടികൾ കുറ്റവാളികളാകുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുക. എന്നാൽ ഈ ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ നോർമൽ ആൻഡ് ലവിംഗ് ഫാമിലിയിലും ഇതൊക്കെ സംഭവിച്ചേക്കാം. കാരണം പേരൻസിൽ നിന്ന് കുട്ടികളുടെ മേൽ ചെലുത്താൻ കഴിയുന്ന സ്വാധീനത്തെക്കാൾ വലുതാണ് സോഷ്യൽ മീഡിയക്കുള്ളത്. ശരിക്കും പേടിപ്പിക്കുന്ന ഒന്നാണിത്. തന്ത വൈബ് എന്ന പ്രയോഗം ഒരു തമാശ മാത്രമല്ലാതാകുന്ന പേരൻസിന് കുട്ടികളുടെ ലോകത്തേക്ക് ഒരു തരത്തിലും എത്തിപ്പെടാൻ പറ്റാത്ത അവസ്ഥ. മറ്റൊരു പ്രശ്നം സൈബർ ബുള്ളിയിങ് ആണ്. സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ മക്കൾ ബുള്ളിയിങ് അനുഭവിക്കുന്നുണ്ടോ, അത് കാരണം അവർ മാനസിക പ്രശ്നത്തിലാണോ, അത് അവരുടെ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ടോ എന്നൊക്കെ വളരെ വൈകിയായിരിക്കും ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന് ഈ അടുത്തൊരു സ്കൂൾ പയ്യനെ കൂട്ടം ചേർന്ന് വാട്സാപ്പിലൂടെ ബുള്ളി ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ കണ്ടിരുന്നല്ലോ. ആ പയ്യൻ ആത്മഹത്യ ചെയ്തതിന് ശേഷമാണ് അത് പുറത്താകുന്നത്. അവനെ ഇൻസ്റ്റയിലും മറ്റും പബ്ലിക്കായി ബുള്ളി ചെയ്തിട്ടുണ്ടോ എന്ന് ആർക്കറിയാം. അങ്ങനെ ചെയ്താലും പേരൻസിന് അത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. കാരണം ടീനേജേഴ്സ് ഉപയോഗിക്കുന്ന ഇമോജികളുടെ അർത്ഥം പോലും പലപ്പോഴും നമുക്കറിയില്ല. അതാണ് പറഞ്ഞത്, ഇപ്പോൾ അവരുടെ ഭാഷ പോലും നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന്. താൻ ഒന്നിനും കൊള്ളില്ല എന്ന് തോന്നലുണ്ടാക്കൽ, സ്ത്രീകളോട് ആൺകുട്ടികൾക്ക് വിദ്വേഷമുണ്ടാക്കൽ, സൈബർ ബുള്ളിയിങ് അനുഭവിപ്പിക്കൽ, അങ്ങനെ ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ നമ്മൾ അറിയാതെ കുട്ടികൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. അവരുടെ ലോകത്തിലേക്ക് കടന്നു ചെല്ലൽ അത്ര എളുപ്പമല്ല. പുതിയൊരു ഭാഷ പഠിക്കുന്നത് പോലെ പാടുള്ള ഒരു ഏർപ്പാടാണത്. എന്നിരുന്നാലും അത് ചെയ്തേ പറ്റൂ. കുട്ടികൾ കമ്പ്യൂട്ടറിന് മുന്നിലും ഫോണിന് മുന്നിലും ഒക്കെ ചടഞ്ഞുകൂടിയിരിക്കുന്നത് കണ്ടാൽ മൈൻഡ് ചെയ്യാതെ പോകരുത്. അവരെന്താണ് കാണുന്നത്, ആരെയാണ് ഫോളോ ചെയ്യുന്നത്, അവരുടെ ചിന്തകൾ എന്തൊക്കെയാണ്,
ഇതൊക്കെ കാണാനും മനസ്സിലാക്കാനും കഴിഞ്ഞില്ലെങ്കിൽ നല്ലൊരു ലവിംഗ് ഫാമിലിയും സേഫ്റ്റിയും നിങ്ങൾ പ്രൊവൈഡ് ചെയ്താൽ പോലും ചിലപ്പോൾ കുട്ടികൾ ചതിക്കുഴികളിൽ വീണേക്കാം. തന്തവൈബ് എന്ന് പറഞ്ഞു ഒഴിഞ്ഞു നിൽക്കാതെ അവരുടെ ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക മാത്രമാണ് ഇക്കാലത്ത് അതിനൊരു പ്രതിവിധി. അപ്പൊ എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? അഡോളസൻസ് എന്ന സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുമുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.